Welcome to Vidya Classroom. It's me, Jinasia. Okay, Category 3 English like CATEC portion ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ കാറ്റഗറി 3 ആവുന്ന സമയത്ത് നമ്മുടെ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പ്ലസ് ഗ്രാമർ ലിറ്ററേച്ചർ നമ്മുടെ ഹിസ്റ്ററി പെഡഗോജി എല്ലാ പാർട്ടും വരുന്നതാണ് നമ്മുടെ കാറ്റഗറി 3 കാറ്റഗറിയിലുള്ള. അപ്പോൾ ലിറ്ററേച്ചറിൽ ഒരു ചെറിയ പാർട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. നമ്മുടെ ലിറ്ററേച്ചറിലുള്ള മെയിൻ പറയുന്ന ഒരു സംഭവമാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ആരൊക്കെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ്? ഇറ്റ്സ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. അത് ആരൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു ഷോർട്ട് ഫോം ഞാൻ പറയുന്നുണ്ട്, LPGMKNL. LPGMKNL ഒരു 7 മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു 7 മെമ്പേഴ്സ് ആരൊക്കെയാ, 7 റൈറ്റേഴ്സ് ആരൊക്കെയാണ്? L. ജോൺ ലൈലി, P. ജോർജ് പീൽ, G. റോബർട്ട് ഗ്രീൻ, M. ക്രിസ്റ്റഫർ മാർലോ, K. തോമസ് കിഡ്, N. തോമസ് നാഷ്, L. തോമസ് ലോഡ്ജ്. ഇതിൻ്റെയൊക്കെ സെക്കൻഡ് നെയിം വെച്ചിട്ടാണ് LPGMKNL നമ്മൾ കൊടുത്തിട്ടുള്ളത്. LPGMKNL ഈ ഒരു ഷോർട്ട് ഫോം നമ്മൾ ഓർത്ത് വെച്ചാൽ L ഫോർ ലൈലി, P ഫോർ പീൽ, G ഫോർ ഗ്രീൻ, M ഫോർ മാർലോ, K ഫോർ കിഡ്, N ഫോർ നാഷ്, L ഫോർ ലോഡ്ജ്. അപ്പോൾ ഈ ഒരു 7 മെമ്പേഴ്സ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറ് യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഒരു 4 പേരെ ഓപ്ഷൻ കൊടുക്കും, ഇതിൽ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ പെടാത്ത ആളാരാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു 7 മെമ്പേഴ്സിന്റെ പേര് അറിയ തന്നെ വേണം. ഓക്കെ, നൗ എന്താ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ളത് ആരെയാണ്? ഗ്രൂപ്പ് ഓഫ് യങ് ഡ്രാമാറ്റിസ്റ്റ് റൈറ്റിംഗ് പ്ലേസ് ഇൻ ദ 16th century. Group of young dramatists, they are young dramatists writing plays in the 16th century. 16th century young dramatist writers neയാണ് നമ്മൾ ആര് പറയുന്നത് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. These were a group of Oxford and Cambridge University scholars. ഈ 7 മെമ്പേഴ്സ് എന്താ, ഒന്നുകിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സ്കോളേഴ്സ് ആണ്. അവരെ ഒരു ഗ്രൂപ്പ് ഡ്രാമാറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അവരുടെ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മുടെ ലിറ്ററേച്ചറിൽ നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. Okay, these dramatists came just before Shakespeare. Okay, they came just before Shakespeare. മുന്നേ ഉള്ള ഷേക്സ്പിയർക്ക് ഒരുപാട് എന്താ പറയുക, ഇവരുടെ വർക്ക് ഒരുപാട് ഷേക്സ്പിയറുടെ വർക്കുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. The themes were tragic in nature. Most of their themes were tragic in nature. And then who were from which university? ഇപ്പൊ നമുക്ക് ചോദിക്കാറുണ്ട് ഈ ഒരു 7 യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ പറ്റി പറയുമ്പോഴും ഇതിൽ മീൻസ് ഓൾ വൺ ഔട്ട് ഏതാണ്? കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരൊക്കെയാണ് വന്നത്, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരൊക്കെയാണ് വന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വന്നവരാണ് മാർലോ, ഗ്രീൻ ആൻഡ് നാഷ്. മാർലോയും ഗ്രീൻ ആൻഡ് നാഷ് ഇവർ 3 പേരും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും. ആൻഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ള സ്കോളേഴ്സ് ആയിരുന്നു ലൈലി, ലോഡ്ജ് ആൻഡ് പീൽ. ലൈലി, ലോഡ്ജ് ആൻഡ് പീൽ. ഹിയർ അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള അവരെ പറഞ്ഞപ്പോൾ 6 പേഴ്സൺസേ വന്നുള്ളൂ. ഒരാൾ അതിൽ പുറത്താണ്. was none other than our Thomas Kidd. Thomas Kidd was not from any of this university. ആള് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഇൻക്ലൂഡ് ആണെന്നുണ്ടെങ്കിലും തോമസ് കിഡ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോ ഉള്ള സ്കോളർ അല്ലായിരുന്നു. ഹി ഹാസ് സ്റ്റഡീഡ് അറ്റ് ദ മെർച്ചന്റ് ടൈലേഴ്സ് സ്കൂൾ. എന്നാലും
അവരെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പിലായിരുന്നു ഇൻക്ലൂഡ് ആക്കിയിരുന്നത്. അപ്പൊ തോമസ് കിഡ് എന്നുള്ള ആ ഒരു പേര് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പേര് തന്നെയാണ്. മീൻസ് ഇതിലെ യൂണിവേഴ്സിറ്റി അല്ലാത്ത ഒരാൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് തോമസ് കിഡ്. ഓക്കെ, നൗ ഇനി ഓരോരുത്തരായിട്ട് പറയാം, ഓരോരുത്തരെയും സെപ്പറേറ്റ് അവരുടെ വർക്കും കാര്യങ്ങളും ഒക്കെ ഈ ഒരു 7 മെമ്പേഴ്സിന്റെ. ജോൺ ലൈലി 1554 to 1606. ജസ്റ്റ് ഇയർ പറഞ്ഞതേ ഉള്ളൂ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അവരുടെ വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ജോൺ ലൈലി വാസ് ദ ഏർലിയസ്റ്റ് ഓഫ് ഓൾ. ഈ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ ആയിരുന്നു ആര്? ജോൺ ലൈലി. He was the leader of University Wits. Leader of University Wits എന്നാണ് അറിയപ്പെടുന്നത്. Known as Oxford man. His famous novel is Euphues, which is published in 1578. It's a prose romance. Okay. Then his comedies are John Lylyയുടെ comedies. ട്രാജഡിയുടെ ഒപ്പം തന്നെ കോമഡിയും എഴുതിയിട്ടുണ്ടായിരുന്നു. വിമൻ ഇൻ ദ മൂൺ, സാഫോ ആൻഡ് ഫൗ, മിഡാസ്, ദ മാൻ ഇൻ ദ മൂൺ, എക്സെട്ര. ഓക്കെ, മിഡാസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ടെറ്റിന് മാത്രമല്ല സെറ്റിനും നെറ്റിനും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. വിമൻ ഇൻ ദ മൂൺ, സാഫോ ആൻഡ് ഫൗ, മിഡാസ്, ദ മാൻ ഇൻ ദ മൂൺ. Then second one is our George Peele, 1557 to 1596. His famous work are The Arrangement of Paris, The Battle of Alcazar, The Love of King David and Fair Betsy, The Old Wives' Tale. The Arrangement of Paris, The Battle of Alcazar, The Love of King David and Fair Betsy, The Old Wives' Tale. George Peele. Then next is Robert Greene, 1558 to 1592. He is the founder of romantic comedy. Robert Greene is the founder of romantic comedy, and his first play, Mammalia, which was published in 1583. Mammalia 1583 1583 published ചെയ്തത്. His best known works are Friar Bacon, Friar Benke, James Foe. Mammalia, Friar Bacon, Friar Benke and James Foe. Robert Greene, connected with our Robert Greene. Then Thomas Kidd. തോമസ് കിഡിനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ദ സ്പാനിഷ് ട്രാജഡി. ഒരേ ഒരു വർക്ക് പ്ലസ് തോമസ് കിഡ് ഈക്വൽസ് ദ സ്പാനിഷ് ട്രാജഡി. ഓൺലി പ്ലേ, ഇയാളുടെ ഏക പ്ലേ ആണ്, ഏക ഡ്രാമയാണ് ഇത്, നമ്മുടെ സ്പാനിഷ് ട്രാജഡി എന്നുള്ളത്. ഇറ്റ് വാസ് എ സെനിക്കൻ ട്രാജഡി. ഒരു സെനിക്കൻ ട്രാജഡി ആയിരുന്നു ദ സ്പാനിഷ് ട്രാജഡി എന്നുള്ളത്. തോമസ് Kidd equals the Spanish tragedy. Then Thomas Lodge, 1558 to 1625. The Wounds of Civil War. The Wounds of Civil War. His important work is The Wounds of Civil War. Wounds of Civil War. Then next is Thomas Nash, 1563 to 1625. Okay, അപ്പോൾ തോമസ് കിഡിൻ്റെ ഇത് ദ സ്പാനിഷ് ട്രാജഡി. ദെൻ തോമസ് ലോജിൻ്റെത് ദ വൂൺസ് ഓഫ് സിവിൽ വാർ. തോമസ് നാഷ് ദ ഐൽ ഓഫ് ഡോഗ്സ്. ദ ഐൽ ഓഫ് ഡോഗ്സ്. ഈ മൂന്ന് പേർക്ക് നമ്മൾ ഓരോ വർക്കാണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്കായിട്ട് പറയുന്നത്. ഇത് മാത്രമേ നമ്മൾക്ക് ചോദിക്കുന്നുള്ളൂ. ഓക്കെ, ദ ഐൽ ഓഫ് ഡോഗ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് അവർ Christopher Marlowe. 1563 to 1593.
ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ അതിൽ വരുന്നുണ്ട്. ക്രിസ്റ്റഫർ മാർലോയുടെ വർക്ക്, ചാമ്പുലെയിൻ, എഡ്വാർഡ്, ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ദ ജ്യൂ ഓഫ് മാൾട്ട, ദ ട്രാജഡി ഓഫ് ഡിഡോ, ദ മസാക്കർ ഓഫ് പാരീസ്. ഹിയർ ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ദ ജ്യൂ ഓഫ് മാൾട്ട. ഇതൊക്കെ നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള വർക്കാണ്. അതുകൊണ്ട് തന്നെ ചാമ്പുലെയിൻ, ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ദ ജ്യൂ ഓഫ് മാൾട്ട. മേ ബി നമുക്ക് ചോദിക്കാം ഈ ഒരു വർക്ക് തന്നിട്ട് ഇത് ആരാണ്, ഹു റോട്ട്, മേ ബി ചോദിക്കാം. Then Christopher Marlowe is regarded as the father of English tragedy. ഇംഗ്ലീഷ് ട്രാജഡിയുടെ ഫാദർ ആയിട്ട് ആരെയാണ് നമ്മൾ കാണുന്നത്? ക്രിസ്റ്റഫർ മാർലോ. And he is the creator of blank verse. He is the creator of blank verse. Okay, now 7 university witsനെ പറ്റി നമ്മൾ പറഞ്ഞു. They are LPG, MKNL, L Lily, P Peel, G Green, then M Marlowe, K Kid, N Nash, L Lodge. ഈ ഒരു 7 മെമ്പേഴ്സിനെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, താങ്ക് യു.